സ്വർഗത്തിൽ പോകണമെന്ന് വിശ്വാസമുള്ളവർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചനിയന്മാർ പെങ്ങന്മാർ സ്വർഗത്തിലെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ഡിവൈഎഫ്ഐയുടെ ക്യാപിറ്റൽ യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന 2 രൂപ വിലയുള്ള ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഞങ്ങളൊക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. എന്റെ ഒരു അടുത്ത സുഹൃത്ത്, ഞാൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാനൊരു പൊതുയോഗം കഴിഞ്ഞ് വരുമ്പോ എന്നോട് ചോദിച്ചു, എന്താണ് സഖാവേ, നിങ്ങൾ ഇത്ര നേരം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് സമയം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൂടാ? മരണമെന്നൊന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? മരണമെന്നൊന്ന് നമുക്ക് തടയാൻ കഴിയുമോ? മരിച്ചുപോയാൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അവിടെ പോകുന്നതിന് എന്ത് തടസ്സമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇപ്പോ സംസാരിക്കാൻ സമയമില്ല, നമുക്കൊരു ദിവസം ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം എന്റെ വീട്ടിൽ വന്നു. ഉദ്ദേശം മറ്റൊന്നുമല്ല, മതപരമായ ഉത്ബോധനം നടത്തി മതപ്രവർത്തനത്തിലേക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ എന്നെ ഉപദേശിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, ആയിരക്കണക്കിന് കക്കൂസുണ്ടാക്കി പിലാത്തറയിൽ സമ്മേളനം നടത്തിയിട്ട് കൊട്ടിഘോഷിച്ചവരാണ് നിങ്ങൾ. ഇതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മതം. ജിന്നിന്റെയും ചെകുത്താന്റെയും പേര് പറഞ്ഞുകൊണ്ട് സംഘത്തിനധിഷ്ഠിതമായി ഇസ്ലാം മതവിശ്വാസത്തെ ഛിന്നഭിന്നമാക്കിയവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് സ്വർഗത്തെപ്പറ്റി പറയാൻ എന്ത് അവകാശമുണ്ട്? നിങ്ങൾക്ക് മതത്തെപ്പറ്റി പറയാൻ എന്ത് അവകാശമുണ്ട്? ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? ഇത് മുജാഹിദിന് മാത്രം ബാധകമല്ല. എന്റെ പ്രശ്നം കേൾക്കുന്ന LDF-കാരോട്, SDPI-ക്കാരോട്, ഇവിടുത്തെ അഭിനവ RS-കാരോട്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മതപ്രവർത്തകരുമായിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ മരിച്ചു പോകുമ്പോ ആ 3 തുണി ചുറ്റിക്കെട്ടാൻ നിങ്ങളൊന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റത്ത് ചെയ്താൽ ഒരു സംശയവും വേണ്ട, സ്വർഗമെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരനെ പ്രവേശിച്ചത് മാത്രമേ ഉറപ്പുള്ള ആളുകളെ കേൾക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞങ്ങളോളം ജീവകാരുണ്യ പ്രവർത്തനം